ഞാൻ പറയട്ടെ, അവർക്ക് നാണവും ഉളുപ്പില്ലാത്തതുകൊണ്ട് ഉളുപ്പില്ലാത്തവർക്ക് എന്തോ പറയാലോ. അല്പം ഉളുപ്പുള്ള ആളുകൾക്ക് പാടാൻ പറ്റിയ പാട്ടല്ല. 2019 തൊട്ടിട്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വലിയ വരുന്ന സ്വർണ്ണക്കൊള്ള അവിടെ നടക്കുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? ഇപ്പൊ SIT അന്വേഷിക്കല്ലേ? അതിനു മുമ്പുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിൽ എന്തോ കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായി എല്ലാ തരത്തിലും ബന്ധപ്പെട്ട ആളുകൾ CPM നേതാക്കന്മാരും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മന്ത്രിമാരുമാണെന്ന് പകൽ പോലെ ബോധ്യപ്പെട്ടിട്ടും അതിനകത്ത് നിന്ന് ഇത്രയേറെ പ്രതിരോധത്തിലായി ഈ നാടാകെ ഇവർ കള്ളന്മാരാണെന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സോണിയാഗാന്ധിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് ശിവൻകുട്ടിയെ പോലെ വകതിരിവില്ലാത്ത മന്ത്രിപുങ്കവന്മാരാണ് അതിനകത്ത് ഇരിക്കുന്നത്. നമുക്കെല്ലാം അറിയാലോ. ഈ മന്ത്രിമാർക്ക് വെല്ലും ബ്രേക്കും ഇല്ലാത്ത വിവരക്കേടിന്റെ അങ്ങേയറ്റ പര്യായങ്ങളായ മന്ത്രിമാരാണ് ഈ പിണറായി വിജയന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ സമൂഹത്തിന് മുമ്പിലില്ലേ, ഈ നാടിന്റെ മുമ്പിലില്ലേ? അങ്ങനെ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കള്ളന്മാരെന്ന് ജനത്തിന് പിടിക്കപ്പെട്ടപ്പോൾ കിണ്ണം കട്ടവനാണ് കള്ളൻ എന്ന് പറയുന്നത് പോലെ ആ കിണ്ണം കട്ടവനൊക്കെ അവിടെ നിൽക്കുകയാണ്.